what should I wear? Dress for the job you want to be in, not what you are currently. Lot of things you can do yourself. Most important thing is to start. Also, I have seen a tendency of people jumping from one job to another. Yes. And another category who stay there for the longest years. Okay. ആർക്കാണ് ഗ്രോ ചെയ്യാൻ കൂടുതൽ സ്കോപ്പ് ഉള്ളത്? It's always about how much are you able to grow. More than the market growing or you not understanding. അതിനേക്കാൾ കൂടുതൽ നമ്മളെ കോൺഫിഡൻസ്. എന്തോ ഭാഗ്യത്തിന് ആ സമയത്താണ് ഹൗ ഓൾഡ് ആർ യു മൂവി ഇറങ്ങിയിരുന്നത് മഞ്ജു വാര്യരുടെ. Determine the expiry date of a woman's dreams. ആ ലൈൻ വാസ് ലൈക്ക് അത് ഭയങ്കര മോട്ടിവേഷൻ. ഹൃദയ മൂവിയിൽ പറയുന്നില്ലേ, മലയാളിക്ക് ലോകത്ത് പേടിയുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഇംഗ്ലീഷ്. ഇന്ന് ഞാൻ പേഴ്സണലി കുറച്ച് സെൽഫിഷ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം കൂടെയാണ്. ബിക്കോസ് മൈ ഗസ്റ്റ് ദാറ്റ് ഈസ് ജോയിനിങ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. നമ്മളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വി സ്റ്റോപ്പ് അറ്റ് എ പോയിന്റ്. നമ്മൾ ആലോചിക്കും എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ഫ്രം ബ്ലൂ പ്രിൻറ്റ് to ബ്രാൻഡിലേക്ക് ബിൽഡ് ചെയ്യുന്നത്. സോ ടുഡേ ഐ ഹാവ് വിത്ത് മീ എ ഗസ്റ്റ് ഹൂ ഈസ് എ സിവിൽ എഞ്ചിനീയർ. ഷീ ഈസ് എ പോഡ്കാസ്റ്റ് ഹോസ്റ്റ്. ഷീ ഈസ് എൻ ഓൺട്രപ്രണർ. ഷീ ഓൺസ് എ ക്ലബ് കോൾഡ് ഹോംപ്രനേഴ്സ് ക്ലബ് ആൻഡ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ്. സോ ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദ ഷോ NVM. ബിൽന സന്ദീപ്. ബിൽന, വെൽക്കം ടു NVM. Thank you so much. ആക്ച്വലി ഞാൻ യുടെ നോട്ടീസ് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ മൾട്ടി ടാസ്കർ. ആൻഡ് ലെറ്റ് മീ ആസ്ക് യു ലൈക്ക് ഹൗ ആർ യു ഡൂയിങ് ടുഡേ ബൈ ദ വേ? Amazing. ഈ ചൂട് പുറത്ത് ഒഴുകിയ കഴിഞ്ഞാൽ everything is okay. Seriously, like I think സമ്മറിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. I think ഞാനും ബില്ലിബൻ like we came here, we are like planning our dress costumes and all semi formal എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് എത്തിയപ്പോഴേക്കും എന്റെ ദൈവം എങ്ങനെ എത്തിയതറിയില്ല. But anyways, we're going to pretend like it's all okay and it's all fine. Billa, like when we are talking about this homepreneurs club, ഞാനിപ്പോൾ ബില്ലിനോട് ഇത് തുടങ്ങുന്നതിന് മുന്നേ I told you. അതെ. കുറേ വർഷം മുന്നേ, like I think when you said 4.5 years ago you started the homepreneurs club. How did you give life to it? How did it begin? Because ഞാനത് കുറേ നാൾ മുന്നേ ഫോളോ ചെയ്തിട്ടുണ്ട്. So അന്ന് business was far from my mind. So how did you actually start? ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആസ് യു സെഡ് ഐ എം എ സിവിൽ എഞ്ചിനീയർ, കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു. ഐ വാസ് ഓൺ ദ കൊമേഴ്ഷ്യൽ ആൻഡ് കോൺട്രാക്ട്സ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഓൾ കംപ്ലീറ്റ്ലി പ്യുവർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഐ ഹാഡ് എ ലവ് ഫോർ സോഷ്യൽ മീഡിയ. ഓക്കെ, ലൈക്ക് ജനറൽ നമ്മൾ ഇന്നത്തെ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ അന്ന് ഇൻഫ്ലുവൻസർ എന്നുള്ള വേർഡ് ഇല്ലാത്ത സമയത്ത് വി യൂസ് ടു റൈറ്റ് ഓൺ എ ബ്ലോഗ്. അപ്പോൾ ഇതെല്ലാം ഇറ്റ് സ്റ്റാർട്ടഡ് ആക്ച്വലി വെൻ മൈ സൺ വാസ് ബോൺ. ഹീ ഈസ് 11 years old now. അപ്പോൾ അന്ന് അവനൊരു 1 year ആയ സമയത്ത് ഐ വാസ് ഗോയിങ് ത്രൂ ഓൾ ദിസ് മദർഹുഡ് ഗിൽറ്റ്. അവനെ ഞാൻ വീട്ടിലിട്ടിട്ട് പോന്നു. അപ്പോൾ ഐ ടുക്ക് 1 year break. ദാറ്റ് ഈസ് വെൻ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്കൊന്നും ചെയ്യാനില്ല. അതുവരെ ബിസി ആയിരുന്നിട്ട് സോ ഐ ജസ്റ്റ് റാൻഡംലി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് മൈ ലൈഫ് ആസ് എ മോം, ആസ് എ ന്യൂ മോം. അത് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ പേര്. ദാറ്റ് ടൈം ഐ വാസ് അന്ന് ഇൻസ്റ്റഗ്രാം വാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ്. അങ്ങനെ ആൾക്കാരൊന്നും അത്രേ ഇല്ല. It was like this 11 years organic. back. It was very organic also, and people didn't know how to use it also. We were not so much in Instagram. Facebook was very like anna ellarum were on Facebook, and I was writing on a blog, actual website. Angane, but from there I started getting lot of collaborations, brand collaborations. Otherwise I had no monetary thought about it because I didn't know people can make money from a blog. Angane, but then brands started collaborating. Apprana manasalayi there is a commercial aspect to it. Then I started learning more about it. Appo angane korchokka digital marketing anne padichu thodangi. But after around a year or so, I stopped and went back to work, sent my son to preschool and life was as normal, going again focused on construction career. But I was always interested in marketing. Pinna influence Instagram started growing. I was very active. Pinna COVID thodangunnenu, just before that is when I started a YouTube channel just sharing my experience with women. Appuram I didn't know it was a business or anything. Random videos aayirunnu. Oru video la I'll tell about how to grow in your career. Adutha video la I'll tell how to grow your small business. Angane I was also not focused, but I was just sharing whatever I knew. Angane COVID vannappo everything closed down. I was actually on my maternity break that time, COVID time, second maternity break. How was that for you? It was boon or a boon? It was better than my first break because നമ്മൾ അപ്പോഴേക്കും കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആണല്ലോ. പിന്നെ കോവിഡ് ടൈമിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. യു കാൻ ഗോ എനിവെയർ അങ്ങനത്തെ. ബട്ട് മെന്റലി ഐ വാസ് ബെറ്റർ ബിക്കോസ് ഫസ്റ്റ് വൺ വാസ് നോട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അന്ന് ഐ സ്റ്റാർട്ടഡ് എ സ്മോൾ കോഴ്സ്, ഇൻസ്റ്റഗ്രാം ഫോർ സ്മോൾ ബിസിനസ്. കാരണം അന്നായിരുന്നു ലോട്ട് ഓഫ് വിമൻ വർ സ്റ്റാർട്ടിങ്
starting their businesses. Small അല്ലേ, അന്ന് എല്ലാവരും കുറേ പേര് ജോലി പോയി, they were sitting at home, അങ്ങനെ starting their own. അവിടെ നിന്ന് ദാറ്റ് സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇറ്റ് വാസ് ലൈക്ക് 3 ബാച്ച് ചെയ്തു. ദെൻ ഐ വാസ് ലൈക്ക് ഇവർക്ക് നെറ്റ്വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്താൽ ഫോർ ദെം ടു മീറ്റ് ഈച്ച് അതർ. ദാറ്റ് ഈസ് വെൻ ഹോംപ്രനേഴ്സ് ക്ലബ് വാസ് ബോൺ. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ പറയുന്നത് കോവിഡ് ഔട്ട് ബ്രേക്ക് പോലെ തന്നെ because that time I remember like ഈ കേക്ക് ബിസിനസ്സസ് came, lot of cake, cooking, art businesses, cooking blogs കുറേ അല്ലേ, അങ്ങനെ കുറേ വന്ന്. അപ്പോൾ ഒരു SMEsനെ ഫോക്കസ്ഡ് ആയിരുന്നു അന്ന് ഹോംപ്രനേഴ്സ് ക്ലബ്ബ്. പക്ഷേ മോർ ഓഫ് വി വർ ഓൾ ക്രേവിങ് ഫോർ കണക്ഷൻസ് ഓൾസോ, കാരണം പുറത്ത് പോകാൻ പറ്റില്ലല്ലോ ആർക്കും. അപ്പോൾ അങ്ങനെ ഒരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടി ചെറിയ രീതിയിൽ തുടങ്ങി. ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ബിഗ് വിഷൻ ഓർ എനിത്തിങ് ടുവേർഡ്സ് ഇറ്റ്. പക്ഷെ ആ ഒരു 1 year പിന്നെ ഐ വാസ് വർക്കിംഗ് അഗൈൻ. അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ 1 year-ഓളം ഐ റൺ ഹോംപ്രനേഴ്സ് ക്ലബ് വൈൽ സ്റ്റിൽ വർക്കിംഗ്. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ ത്രൂ ദാറ്റ് ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് എൻക്വയറീസ് ഫോർ മാർക്കറ്റിംഗ്. ചിലർ ലൈക്ക് ദേ വർ ലൈക്ക് കുറച്ചും കൂടെ ബിഗർ ബിസിനസ്സസ് ആയവർക്ക് ദേ ഡിഡ്ന്റ് വാണ്ട് ടു ഡു ഇറ്റ് ദെംസെൽസ്. ദേ വർ ലൈക്ക് can you do it for us? അപ്പോൾ ഞാനൊരു 2-3 ഫ്രീലാൻസേഴ്സിനെ ഹയർ ചെയ്തിട്ട് ഐ സ്റ്റാർട്ടഡ് സർവിങ് 2-3 clients. It started growing. That is when I was like, okay, I will quit my job nu തീരുമാനിച്ച് I quit my job. അപ്പോൾ we started as a marketing agency also. Then it became 2 different businesses, Homepreneurs Club. പിന്നെ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങി കഴിഞ്ഞ് ഒഫീഷ്യലി നമ്മളൊരു കമ്പനി തുടങ്ങുന്നതും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സൈഡ് ഹസൽ ആയിട്ടുള്ളത് ഇറ്റ്സ് എ 2 different game all together. കാരണം അതുവരെ ലൈക്ക് യു ആർ പ്ലേയിങ് ഇൻ ദ സേഫ് സോൺ. എന്ത് കിട്ടുന്നതെല്ലാം വെൻ യു ആർ പേയിങ് ടു എംപ്ലോയീസ് ഓൾസോ ഇറ്റ് ഈസ് ഓക്കെ, കാരണം ഐ ഹാവ് മൈ സാലറി, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇത് കഴിഞ്ഞ് വെൻ യു ടുക്ക് ദ റോൾ ഓഫ് എൻ്റർപ്രനർ ആയി കഴിഞ്ഞപ്പോൾ you are taking the responsibility of so many other people's livelihood. അല്ലേ, കാരണം at the end of the month you have to pay them salaries. Which means I have to keep on getting new clients. അപ്പോൾ മനസ്സിലായി how important networking is എന്നുള്ളത്. Because clients were coming through word of mouth. Like I had to go for different ആൾക്കാരെ മീറ്റ് ചെയ്യുക, reach out to different people, different networking groupsൽ പോവുക. അങ്ങനെ പോയപ്പോൾ my idea became clear. Like my business was growing because of networking. Appo I realized women entrepreneurs need that strong എന്താ പറയുക ഒരു structured networking platform. The lack was there, focused on women. So അങ്ങനെയാണ് ഹോംപ്രനേഴ്സ് ക്ലബ് started getting a structure. ഇപ്പോൾ ഒരു 4.5 years ആയിട്ട് it's a proper networking platform all for entrepreneurs. എല്ലാവരും women entrepreneurs ആണ്. they like എന്താ പറയുക they recommend each other, passing referrals for each other. അതായത് all kind of nationalities. Like majority Indians ആണ്. Okay, but it is open for everybody. Yes, all states ഉണ്ട്. പിന്നെ ചിലവർ outside India also, like വേറെ nationalities also ഉണ്ട്. But 90% are Indians or Pakistan അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മളുടെ ഒരു സബ് കോണ്ടിനെന്റിൽ വരുന്നവരാണ് അധികം പേരും ഉള്ളത് അതിനകത്ത്. ഞാൻ പിന്നെ പറഞ്ഞപ്പം ലൈക്ക് നമ്മൾ മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ് വി ആർ ലൈക്ക് ഈ നെറ്റ്വർക്കിംഗ് എന്നുള്ള നെയിം ഈസ് ലൈക്ക് വെരി ഈസിലി നമ്മൾ ഈസിലി പറയാൻ പറ്റും എങ്ങനെ ബിസിനസ് ബിൽഡ് ചെയ്യാം, നെറ്റ്വർക്ക് ചെയ്യൂ എന്ന് പറയാൻ പറ്റും. ബട്ട് പിന്നെ പലപ്പോഴും നമ്മളെപ്പോലെ ഐ എം ടെലിംഗ് അബൌട്ട് പേഴ്സണലി അബൌട്ട് മീ, നമ്മൾ കോളേജ് കഴിഞ്ഞ് മേ ബി വി ആർ ഗോയിങ് ടു എ ഫേസ് വേർ നമുക്ക് ചിലപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞു വി വുഡ് ഹാവ് അവർ ഓൺ യുനോ കൈൻഡ് ഓഫ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് കംസ് ഓർ യുനോ ദിസ് തിങ്. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പം ചിലർക്കൊരു ദേ കുഡ് ബി ഇൻട്രോവേർട്സ് ഓർ യുനോ ദേ കുഡ് ബി ഷൈ, ഓൾ സോർട്ട് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പം നെറ്റ്വർക്കിംഗ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഹായ് എൻ്റെ പേര് ഇതാണ് ഹൗ ആർ യു എന്ന് ചോദിക്കാനുള്ള കോൺഫിഡൻസ് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഐ സ്റ്റിൽ ഡോണ്ട് ഹാവ് ദാറ്റ്. ലൈക്ക് ഐ കാൻ ഗോ റാൻഡംലി ആൻഡ് ടോക്ക് ടു എ പേഴ്സൺ. How do actually ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ how can they network out of all those business things? ഇതിൽ it is very relatable for me also. I am also same, like I am a hardcore introvert ആണ്. കാരണം അപ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ഒരു ഇൻട്രോവേർട്ട് ആയ ഒരാൾ നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ. സോ എൻ്റെ ഒരു ലൈക്ക് ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ഐ വിൽ സിറ്റ് ആൻഡ് ടോക്ക് ഫോർ അവേഴ്സ്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ ഒരു റിലേറ്റബിലിറ്റി കാണാണ്ടാവുമ്പോൾ ഐ സ്ട്രഗിൾ ടു ടോക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ഹോംപ്രനേഴ്സ് ക്ലബ്ബ് അല്ലാതെ ഇപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഓൾസോ ഇഫ് യു പുട്ട് മീ ഇൻ എ ന്യൂ നെറ്റ്വർക്കിംഗ് റൂം ഐ എം സിറ്റിംഗ് ഓൾവേസ് ഇൻ എ കോർണർ. പക്ഷേ ഇൻട്രോവേർട്സിന് ഒരു സ്പെസിഫിക് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മോസ്റ്റ് ഓഫ് ദം ആർ ലൈക്ക് വെരി ഗുഡ് ലിസണേഴ്സ് പ്ലസ് ദേ ആർ മോസ്റ്റ് ഓഫ് ദം ആർ വെരി ഗുഡ് എന്താ പറയുക ഒബ്സർവിങ് അല്ലേ. നമ്മൾ ഒരു കോർണറിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളവിടെ വന്നവരെല്ലാവരും വി വുഡ് ഹാവ് അനലൈസ് ഹൗ ദേ പെർഫോം, അവരെങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ. സോ വാട്ട് ഐ പേഴ്സണലി സിറ്റ് ബിക്കോസ് എനിക്ക് സോഷ്യൽ മീഡിയ ആസ് എ സ്ട്രെങ്ത് ഫോർ മീ, അതിൽ യൂസ് ചെയ്യാൻ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇവൻറ്റിൽ ഇപ്പോൾ കുറച്ച് സ്പീക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക പാനലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ഓൾവേസ് ലുക്ക് ദം അപ്പോൺ ലിങ്ക്ഡിൻ. അവിടെ
അവിടെ ഇരുന്നുകൊണ്ട് സെയിം ടൈം ഐ സെൻഡ് ദം എ ഫ്രണ്ട് റിക്വസ്റ്റ്, ചിലപ്പോൾ ഐ വിൽ സെൻഡ് ദം എ മെസ്സേജ് അത് കഴിഞ്ഞിട്ട്, ബട്ട് ഐ വിൽ നോട്ട് ഡൗൺ എവറി വേർഡ് ദേ സ്പോക്ക് ഓൺ സ്റ്റേജ്. ഐ വിൽ ബി ലൈക്ക് വെരി അറ്റൻറ്റീവ് ടു ദീസ് സെഷൻസ് ആൻഡ് ദെൻ ഐ റീച്ച് ഔട്ട് ആൻഡ് മെസ്സേജ് ദം, ദിസ് ടോപ്പിക് യു സെഡ് വാസ് ഗ്രേറ്റ്. ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ആണല്ലോ. സോ ദിസ് ഇസ് ഹൗ ഐ യൂസ് ടു ലെവറേജ്. അപ്പോൾ ദെൻ ദേ ലൈക്ക് നമ്മൾ വെറുതെ ഐ സോ യു എന്ന് പറയുന്നതിലും സംതിങ് വിച്ച് ദേ ആക്ച്വലി സ്പോക്ക് അബൌട്ട് ആൻഡ് വിച്ച് റിലേറ്റഡ് ടു മീ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ദേ വിൽ ഓൾസോ വാണ്ട് ടു സ്പീക്ക്. ദെൻ ഐ ഗോ ഫോർ 1-on-1 കോഫീസ്. അത് കഴിയുമ്പോൾ ലൈക്ക് ഐ കണക്ട് വിത്ത് ദം, ആസ് ദം ക്യാൻ വി ഗോ ഔട്ട് ഫോർ എ കോഫി. നമ്മൾ ചില ആൾക്കാരുമായിട്ട് വി ക്ലിക്ക് വിത്ത് യെസ്. സോ ഐ ഡോണ്ട്, സോ ഇതിപ്പോൾ ഞാൻ ഹോംപ്രനേഴ്സ് ക്ലബ്ബിൽ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്ന പല ലേഡീസിൻ്റെ അടുത്തും ഞാൻ പറയുന്ന ഒരു മേജർ തിങ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു 50 women are there in the room, but you won't relate to all 50 people, and that's normal. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു 5 പേരെ if you can feel little bit heart to heart connection ഫീൽ ചെയ്യുകയാണെങ്കിൽ ask them for a 1-on-1 coffee meeting. അപ്പോൾ the kind of connection that comes is more. അല്ലെങ്കിൽ it's a very surface level relationship, it won't go beyond that. നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ കുറേ പേരെ കാണും, we'll forget when we go, they'll forget you, you will also forget them. അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് പേരെ പിക്ക് ദം. ആൻഡ് അതിപ്പോൾ ഒരു ബിസിനസ് ഇൻറ്റൻഷൻ ആവണമെന്നേ ഇല്ല, ലൈക്ക് അവർ നിങ്ങളുടെ ഒരു ടാർഗറ്റ് ക്ലയൻറ്റോ ടാർഗറ്റ് ഇൻഡസ്ട്രിയോ ആവണമെന്നില്ല. ജസ്റ്റ് ടേക്ക് ദറ്റ് 5 people വിത്തൗട്ട് എനി എന്താ പറയുക ഒരു പ്രെജുഡൈസ് ഇല്ലാതെ ജസ്റ്റ് ഗോ ആൻഡ് മീറ്റ് ദിസ് പീപ്പിൾ. കാരണം ചിലപ്പോൾ കീർത്തിയുടെ പ്രൊഫഷൻ എനിക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ കീർത്തിയുടെ നെറ്റ്വർക്കിൽ ആരൊക്കെ ഉണ്ടെന്ന് ഐ ഡോണ്ട് നോ. So it's always, you can't judge a book by its cover. Everyone is connected to one person who will be your right connect. ഇതാണ് മൈ philosophy. Like everyone, every single, അവർ ഏത് ജോബ് ആയിക്കോട്ടെ, it doesn't matter. So go with that open mind. So we spoke about ഇപ്പോൾ കണക്ഷൻ ബിൽഡ് ചെയ്തു, and the next critical thing is like ഈ കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ then to maintain it, like yes, what step do you take, like because sometimes കണക്ഷനോടെ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ പിന്നെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതെ ശരി തന്നെയാണ്. അതിൽ എസ്പെഷ്യലി ലൈക്ക് ഒന്നെന്ന് പറയുന്നത് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അയച്ചുകൊണ്ടിരിക്കുകയല്ല. 2-3 രീതിയിൽ. വൺ ഇസ് ഇപ്പോൾ ഒരു ആസ് എ ബിസിനസ് സൈഡിൽ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐ മീറ്റ് ദേ എയ്തർ ഗെറ്റ് ഇൻ ടു മൈ ഇമെയിൽ ലിസ്റ്റ്, വാട്സപ്പ് ലിസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ വി മൈറ്റ് സ്റ്റാർട്ട് ഫോളോയിങ് ഈച്ച് അതർ. അപ്പോൾ ഇതിലെല്ലാം ഐ എം ആക്റ്റീവ്. സോ അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സിൽ ദേ വിൽ സ്റ്റാർട്ട് സീയിങ് മീ ഓഫൻ. അപ്പോൾ ആ ഒരു ഐ എം ഓൾവേസ് ദെയർ ഇൻ ദ മെമ്മറി, നോട്ട് നെസസറിലി വി ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ എവറി ഡേ. ഇപ്പോൾ പലരെയും ഞാൻ ഈവൻ ലൈഫിൽ ഇതുവരെ മീറ്റ് ചെയ്യാത്തവരെ പോലും പലരെയും സംടൈംസ് വെൻ ഐ മീറ്റ് ദേ ടോക്ക് ടു മീ ആസ് ദോ ദേ ഹാവ് നോൺ മീ ഫോർ ലോങ് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ, അല്ലേ? അപ്പോൾ ആസ് എൻ എൻ്റർപ്രനർ യുവർ ബെസ്റ്റ് ടൂൾ ഇസ് സോഷ്യൽ മീഡിയ. ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ്. അത് ഒരു ഫേക്ക് ആയിട്ടൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹൂ ആർ യു, ഷോ അപ്പ് ആസ് എ പേഴ്സൺ, ദെൻ പീപ്പിൾ വിൽ റിമെമ്പർ you and connect with you. This was something I was going to come to, that ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സോഷ്യൽ മീഡിയ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം. ലൈക്ക് ബിക്കോസ് വി സി പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് ഇപ്പം ബില്ലിനെ പറഞ്ഞു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ ഈ ഒരു കാര്യത്തിൽ? അതെ ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് ഓൺ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ, ഐ ഡോണ്ട് ലൈക്ക് ടു ഷോ അപ്പ്, ഇറ്റ് വിൽ ബി മൈ പ്രൈവസി. ഇപ്പോൾ അതില്ലാതെ എനിക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. യു ക്യാൻ സ്റ്റിൽ ബിൽഡ്. The only thing is it will be faster. If you can use social media, it can become എന്താ പറയുക it will be an additional fuel for you. ഇപ്പോൾ ഒരു ബ്രാൻഡ് ലൈക്ക് ആപ്പിൾ, അങ്ങനെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ സാംസങ്, they have huge budgets. നമ്മൾ ഷേഖ് സയദ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ they have that billboards, but we don't have that sort of budget. So നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓൺ പേഴ്സണൽ ബ്രാൻഡിങ് ദാറ്റ് കംസ്. അതെ, അതല്ലാതെ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു 1 year കൊണ്ട് ചെയ്യുന്നത് you might be able to do it in 5 months or 4 months if you are able to leverage your our personal brand. എനിക്കൊന്നു for starting that ആദ്യം തന്നെ നമ്മൾ ഇൻഹിബിഷൻസ് ഒക്കെ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. I'm telling myself. We think like the perfect ആയിരിക്കണം അങ്ങനെ തുടങ്ങണം. I think it's better to start from a small thing and just continue doing what we are. അതാണ് ആ ഒരു. ഇപ്പം നമ്മൾ ഫേക്ക് ആയിട്ട് ഞാനിപ്പോൾ വേറൊരാളെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇഫ് ഐ ട്രൈ ഡൂയിങ് ലൈക്ക് ദം, യു കാൺ ലാസ്റ്റ്. എത്ര നാൾ can you keep acting? After some time then you will lose interest. But just be yourself. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചിൽ പോകുന്ന വീഡിയോസൊക്കെ if you see people are when they are talking openly about who they are,
it is much more relatable. It's always the case with me because whenever I do the celebrity chat show and I'm very prepared and when we go it won't actually go that much maybe പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു കാര്യം ഇരുന്നിട്ട് റാൻഡം ആയിട്ട് ഒരു ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ പറയുന്നതായിരിക്കും it just blows off നമുക്ക് people like it no അല്ലേ that is നമ്മൾ എയർ പിടിച്ചിരിക്കുന്നതിലും when we are like ഒരു casual with the flow it actually ആയിട്ട് helps ഈ another thing I noticed is that ഞാൻ പഠിക്കുന്നൊക്കെ സമയത്ത് അല്ലെങ്കിൽ യുനോ ഇപ്പോഴും വെൻ ഐ സീ സർട്ടൻ നാട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പെൺകുട്ടികൾ ചൂസ് ചെയ്യുന്ന കോഴ്സസ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മെൻ ഹിയർ വെൻ ദേ ആർ ചൂസിങ് എ കോഴ്സ് അവർ വിചാരിക്കും ഇന്നൊരു കോഴ്സ് പഠിക്കാം സോ ദാറ്റ് യു നോ ഐ ക്യാൻ മാരി ഓഫ് ടു ദിസ് കൺട്രി ഓർ ദിസ് കൺട്രി ഹാസ് ദിസ് സ്കോപ്പ് ഞാൻ എപ്പോഴും ആലോചിക്കും മാരി ഓഫ് ആ കൺട്രീനല്ലല്ലോ കല്യാണം കഴിക്കുന്ന ഒരാളല്ലേ ശരിക്കും അങ്ങനെ നമ്മളൊരു ഒരു സ്ഥലം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് ഓർ ഈസ് ഇറ്റ് പോസിബിൾ ടു ഫൈൻഡ് എ സ്കോപ്പ് ഇൻ എവറി കൺട്രി വീക്കോ നമ്മൾ പോകുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ അങ്ങനെ എനിക്ക് ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദറ്റ് ഏരിയ പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പണ്ടാണെങ്കിൽ മേ ബി ഇറ്റ് വാസ് നോട്ട് ദ കേസ് പക്ഷേ ഇപ്പോൾ ബിക്കോസ് ഓഫ് ഈ ഒരു ഓൺലൈൻ ആൻഡ് സോഷ്യൽ മീഡിയ അങ്ങനത്തെ സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഇഫ് യു ആർ പാഷനേറ്റ് അബൌട്ട് സംതിങ് യു വിൽ ഫൈൻഡ് സംതിങ് ടു ഡു ആൻഡ് ഇപ്പോഴത്തെ ലോഡ് ഓഫ് പ്രൊഫഷൻസ് നൗ ആർ ലൊക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ ആർ മേക്കിംഗ് മണി ഓൺലൈൻ ലൈക്ക് നിങ്ങളുടെ എന്ത് സോർട്ട് ഓഫ് പാഷൻ ആൻഡ് നോളജ് ആണ് യു ആർ ഏബിൾ ടു സെൽ ഇറ്റ് ഓൺലൈൻ അപ്പോൾ അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് യു ഹാവ് ടു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മളെ കേരളത്തിൽ അധികവും എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ കിഡ്സ് ആർ വെരി ഡിഫറെന്റ് ദേ ഹാവ് സോ മച്ച് സ്കോപ്പ് പേരൻസ് മാറി ഐ ടെൽ മൈ ഡോട്ടർ ഡോക്ടർ എഞ്ചിനീയർ ആവരുത് സോ ബോറിംഗ് അതാണ് എൻ്റെ മോൻ പറഞ്ഞ ഹി വാണ്ട്സ് ടു ബി എ ഷെഫ് and I'm like go do it fashion designing അല്ല fashion designing എനിക്ക് അവിടെ കിടപ്പുണ്ട് കാരണം my parents didn't let me go for fashion designing അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ ഒരു സങ്കടം എനിക്ക് അവിടെ മോള് പോവുകയാണെങ്കിൽ ഓക്കെ ഗുഡ് ഫോർ ഇറ്റ് സോ ഐ തിങ്ക് ആക്ച്വലി നമ്മൾ ഇപ്പൊ അങ്ങനെ നമ്മളുടെ ഔട്ട്ലുക്കും മാറി അല്ലേ എനിക്ക് തോന്നുന്നു ഇനിയുള്ളൊരു പാഷനേറ്റ് ഡ്രിവൻ കരിയേഴ്സ് ആൾക്കാർക്ക് ഡ്രിവൺ ആണ് ഇപ്പോഴത്തെ എല്ലാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ AI വന്നു ഇത് ChatGPT അതുപോലെ കുറേ AI ടൂൾസും വരുന്നുണ്ട് സോ യു കാണ്ട് ഈവൻ പ്രെഡിക്റ്റ് what kind of careers are going to come up പക്ഷേ ഇതൊക്കെ ആക്ച്വലി ഇപ്പം നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നത് ഒരു പരസ്യം എപ്പോഴും യൂട്യൂബിൽ വരും ആർ യു ജസ്റ്റ് യൂസിങ് ഇറ്റ് ഓൺലി ഫോർ ഡ്രാഫ്റ്റിംഗ് യുവർ മെയിൽസ് ശരിക്കും നമ്മൾ ChatGPT AI ടെക്നോളജി ഒക്കെ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇപ്പം ഇനി വരുന്ന ടെക്നോളജീസ് ഡെഫിനറ്റ്ലി കാരണം ഇപ്പം ഞാൻ പറയാം എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഒരു 2 years ബാക്ക് ആണെങ്കിൽ വി യൂസ് ടു ഹാവ് 2 content writers now we have 0 മറ്റേത് നമുക്ക് സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ഉണ്ട് കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് വീഡിയോ എഡിറ്റർ ഉണ്ട് ഗ്രാഫിക് ഡിസൈനർ ഉണ്ട് സോ നമ്പർ ഓഫ് പീപ്പിൾ ഐ നീഡ് ടു മാനേജ് ദിസ് ക്ലയൻറ്റൽസ് ഹാസ് കം ഡൗൺ എഫിഷ്യൻസി കൂടി പക്ഷേ അറ്റ് ദ സെയിം ടൈം പീപ്പിൾ ആർ ലോസിങ് ജോബ്സ് പക്ഷേ ജോബ് ലോസ് ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഓൾവേസ് കീപ് അപ്ഗ്രേഡിങ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാൺ സ്റ്റോപ്പ് ലേണിംഗ് കാരണം അപ്പോൾ ഒരു കോണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ ദേ ഷുഡ് ലുക്ക് അറ്റ് ഓക്കെ ഹൗ കൻ ഐ ബിക്കം എ കോപ്പി റൈറ്റർ അല്ലെങ്കിൽ ഹൗ കൻ ഐ ബിക്കം എ ക്ലയൻറ്റ് അക്കൗണ്ട് മാനേജർ ഹു ഐ ക്യാൻ ഗിവ് റിസൾട്ട് അപ്പോൾ മോർ ഓഫ് ഇതിപ്പോൾ മാർക്കറ്റിംഗ് ബേസ്ഡ് പ്രൊഫഷൻ അതിപ്പോൾ ഏത് പ്രൊഫഷനിലായിക്കോട്ടെ ഇഫ് യു ക്യാൻ ബ്രിങ് റിസൾട്ട്സ് ടു ദ പീപ്പിൾ ഹു ഹാസ് ഹയർഡ് യു ദെൻ യു വിൽ സർവൈവ് ആ റിസൾട്ട്സ് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള മെത്തേഡ്സ് കീപ് ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ദ ടെക്നോളജി ദാറ്റ്സ് കമ്മിങ് അപ്പോൾ ആ ടെക്നോളജി വൈസ് യു ഹാവ് ടു ഓൾവേസ് കീപ് അപ്ഗ്രേഡിങ് അതല്ലാത്തൊരു കരിയർ now every career medical ആയിക്കോട്ടെ everything is getting technology impacted right അപ്പോൾ I think it's important we keep on learning or we cannot survive അല്ലേ ആൻഡ് സർവൈവലിൻ്റെ കാര്യം പറയുമ്പോൾ വെൻ വി മൈ സീ ലൈക്ക് പീപ്പിൾ ഇവിടെ ആൾക്കാർ ദുബായിലേക്ക് വരിക അല്ലെങ്കിൽ UAE വരിക എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫ് കാണുമ്പോൾ ആ ഒരു ഫാൻസി ചെയ്ത് കാണുമ്പോൾ എന്നാൽ ഞാനും ഭാഗെടുത്ത് വരാം മോസ്റ്റ്ലി ഫ്രണ്ട്ഷിപ്സിന്റെ പേരിൽ വരുന്നവർ മെനി റീസൺസ് പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല ലൈക്ക് ഐ ഹാവ് മൈ ബ്രദേഴ്സ് ഫ്രണ്ട് ലൈക്ക് ഹീ കെയിം ഹിയർ ആൻഡ് ഹീ ജസ്റ്റ് കേട്ട ഉടനെ നാട്ടിലെ കാൽക്കുലേറ്റ് ചെയ്ത് പൈസ കാൽക്കുലേറ്റ് അങ്ങനെ കയറി വന്നു. So he's clueless after coming here, like what to do exactly. So what would you as someone who's there in the market for so long, suggest to someone for finding a job? The first step, basic at endedukanam. I think first thing to do is like ഇവിടെ വന്ന of course resume ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ
LinkedIn is a very good source. LinkedIn through outreach. അപ്പോൾ ലിങ്ക്ഡിനിൽ ഞാൻ പല ആൾക്കാരും ഇതുപോലെ നമ്മളെ പല റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സ് ഇതുപോലെ നാട്ടിൽ നിന്ന് വരുമല്ലോ, എന്നിട്ട് they'll send the resume and tell ജോലി നോക്കുന്നുണ്ട് റെക്കമെൻഡ് ചെയ്യോ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഇവരൊന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇപ്പോഴും ഇറ്റ് വിൽ ബി ഷോയിങ് തൃശ്ശൂർ കേരള ലൊക്കേഷൻ. അപ്പോൾ അത്രയും ബേസിക്സ് ആണ്. കാരണം ഇപ്പോഴത്തെ റിക്രൂട്ടേഴ്സ് മോസ്റ്റ് ഓഫ് ദം ദേ സെർച്ച് ത്രൂ ലിങ്ക്ഡിൻ, റൈറ്റ്? ലിങ്ക്ഡിൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ്. കാരണം അതൊരു സോഷ്യൽ പ്രൂഫായിട്ട് വരികയാണ്. പല കരിയർ ഇപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് ഏജൻസി ആയതുകൊണ്ട് ഐ ഡെഫിനറ്റ്ലി ലുക്ക് അറ്റ് ദ സോഷ്യൽ മീഡിയ ബിഫോർ ഹയറിങ് സംബഡി. പക്ഷെ ബാക്കിയുള്ളതായാലും ലോട്ട് ഓഫ് റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് ദേ റിലൈ ഓൺ ലിങ്ക്ഡിൻ നൗ അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ഇസ് അപ്ഡേറ്റ് ദാറ്റ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അപ്ഡേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ. അപ്പോൾ അതായത് HR അങ്ങനെ ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ലിസ്റ്റ് ഓഫ് 100 കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാം. പലർക്കും അറിയില്ല എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ് ഏതാന്ന് പോലും. സോ ഇതൊക്കെ ഇറ്റ് ഇസ് ഫ്രീ റിസോഴ്സ്. ഇഫ് യു ഹാവ് വൈഫൈ യു ക്യാൻ സെർച്ച് ആൻഡ് ഫൈൻഡ് ഓൾ ദീസ് തിങ്സ്. ഇപ്പോൾ ChatGPT കൂടെ വന്നുകൊണ്ട് യു ക്യാൻ ഈവൻ പുട്ട് യുവർ ഇൻഡസ്ട്രി ഇതാണ്, പ്ലീസ് ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് 100 കമ്പനീസ് പറഞ്ഞാൽ വിത്ത് ദ വെബ്സൈറ്റ് ഇറ്റ് വിൽ ഗിവ് യു. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് അറിയില്ലാത്ത കാര്യം വരെ ChatGPT പേരെടുത്ത് പറയും, ഇറ്റ് വിൽ ഗിവ് യു, റൈറ്റ് അല്ലേ? അപ്പോൾ അത്രയും അഡ്വാൻസ് ആണ്. ബട്ട് വി ജസ്റ്റ് ഹാവ് ടു യൂസ് ഇറ്റ്. നമ്മളെ കയ്യിലുണ്ട്, കയ്യിൻ്റെ തുമ്പിലുണ്ട് എല്ലാ നോളജും. സോ ജസ്റ്റ് യൂസ് ദാറ്റ്. ആ 100 ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഇസ് ടു ഗോ ഇൻ ടു ദോസ് കമ്പനീസ് ഓൺ ലിങ്ക്ഡിൻ. അവരുടെ ഡിസിഷൻ മേക്കേഴ്സ്, ഒന്ന് അവരുടെ HR മാനേജർ അല്ലെങ്കിൽ HR അങ്ങനെയുള്ളവർ, പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്. ഇപ്പോൾ ഒരു സൈറ്റ് എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക, ഇപ്പോൾ കൺസ്ട്രക്ഷനിലാണെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഹൂ യു വിൽ ബി റിപ്പോർട്ടിംഗ് ടു? യു വിൽ ബി റിപ്പോർട്ടിംഗ് ടു ദ പ്രോജക്ട് മാനേജർ. അപ്പോൾ ഈ കമ്പനീസിലെ പ്രോജക്ട് മാനേജേഴ്സിനെ ആഡ് ചെയ്യുക. അവരായിരിക്കും ചിലപ്പോൾ അവരായിരിക്കും ഫസ്റ്റ് കമ്പനിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് ഐ നീഡ് എ സൈറ്റ് എഞ്ചിനീയർ ബിലോ മീ അല്ലേ. We can think it in a broader way also. അപ്പോൾ ഞാൻ correct me if I'm wrong, ഇപ്പോൾ ഒരു ബിസിനസ്, ഒരു കഫേ F&B ബിസിനസ് ആണെങ്കിൽ ഐ തിങ്ക് they should go and find first competitors കണ്ടുപിടിച്ചതിന് ശേഷം ഐ തിങ്ക് they should see what they are doing. അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് കിട്ടുന്ന ഒരു ആൾക്കാരെ കണ്ടുപിടിക്കണം. അതെ അതെ. ഇതിപ്പോൾ ബിസിനസ് ആണെങ്കിൽ, ജോലി ആണെങ്കിൽ ഗോ ആൻഡ് ഫൈൻഡ് ദ എക്സിസ്റ്റിംഗ് കമ്പനീസ് നോക്കിയിട്ട്, ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാം. ഇവിടെ പല ഇൻവെസ്റ്റർ ഇവൻറ്റ്സ് ഉണ്ട്. അഗെയിൻ നെറ്റ്വർക്കിംഗ്, കരിയർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, അഗെയിൻ നെറ്റ്വർക്കിംഗ് ക്യാൻ ഹെൽപ്പ്. ഇപ്പോൾ ചില ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആർ കമ്മിങ് ഫോർ ദോസ് ഇവൻറ്റ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഫ്രീ ആയിരിക്കും ആ ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ. യു ഹാവ് ടു പേ ടു അറ്റൻഡ് ടു പിച്ച് യുവർ ഐഡിയ, ബട്ട് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ പിച്ച്. വെറുതെ പോയി അവിടെ നിന്നിട്ട് കാര്യമില്ല. യു ഷുഡ് ഗോ വിത്ത് യുവർ പിച്ച് ഡെക്ക് ആൻഡ് യു ക്യാൻ പിച്ച് ടു ദോസ് സെറ്റ് ഓഫ് പീപ്പിൾ. അങ്ങനത്തെ പല ഇവൻറ്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കരിയർ വൈസ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് ലോഡ് ഓഫ് ഇൻഡസ്ട്രി ഇവൻറ്റ്സ് നടക്കുന്നത്. റാൻഡംലി പോവാം, പോയി കഴിഞ്ഞാൽ അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടാവും. അവിടെ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് മാനേജർ വരണമെന്നില്ല. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയും ഞാൻ ആ ഇവൻറ്റിന് പോയി എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ദ കൈൻഡ് ഓഫ് നോളജ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്തൊക്കെ കമ്പനീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി, ഏതൊക്കെ കമ്പനീസ് മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലായി. ഇതെല്ലാം ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ആണ്. ബട്ട് വി തിങ്ക് പോയി വന്നു എനിക്കൊന്നും കിട്ടിയില്ല. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എ ലോങ് ടേം തിങ്. അവിടെ നിന്ന് വരുന്ന ഒരു വൺ സ്റ്റെപ്പ് ഫസ്റ്റ് ബിഗിൻ ചെയ്യുന്നത് വി കാൻ സ്റ്റാർട്ട് വിത്ത് LinkedIn സ്റ്റാർട്ട് ചെയ്യുക, ലിസ്റ്റിംഗ് ദ കമ്പനീസ് ആൻഡ് എവരിതിങ്. എന്നിട്ട് റീച്ച് ഔട്ട് ചെയ്യുക ഇവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ട്. ഇത് റീച്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇന്റർവ്യൂ കോൾ ബി വെരി പ്രാക്ടിക്കൽ ജെന്യുവൻലി. ഇപ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്ക് എൻ്റെ ഷോയ്ക്ക് ഐ വിൽ നോ, ബട്ട് ഒരു ഇന്റർവ്യൂവിന് എന്നെ 9 to 5 ജോബിന് വിളിച്ചാൽ വാട്ട് ഷുഡ് ഐ വെയർ, ഞാൻ എന്തിട്ടുണ്ട് പോകും? ഇഫ് ഐ എം എ മാൻ ഓർ ഇഫ് ഐ എം എ വുമൻ, ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണ്? വിൽ ഐ ബി ഓവർ ഡ്രസ്ഡ്, വിൽ ഐ ബി അണ്ടർ ഡ്രസ്ഡ്? വാട്ട് ഈസ് യുവർ സജഷൻ? ഒരു കോട്ട് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഡ്രസ് ഫോർ ദ ജോബ് യു വോണ്ട് ടു ബി ഇൻ, നോട്ട് വാട്ട് യു ആർ കറന്റ്ലി. അതായത് നമ്മളിപ്പോൾ മേ ബി ഐ ഡോണ്ട് ഹാവ് ദ മണി ടു ബൈ എ സ്യൂട്ട് ഓർ ബ്ലേസർ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു ജോബിനനുസരിച്ച്, ഇപ്പോൾ ഒരു സൈറ്റ് എഞ്ചിനീയർ ജോലിക്കാണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വെയർ എ ബ്ലേസർ ആൻഡ് ഗോ, റൈറ്റ്? ബിക്കോസ് അപ്പോൾ ആ ഒരു ജോലിയിൽ എന്താണ്, അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് അങ്ങനത്തെ കമ്പനീസിൽ പോകുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ഓഫ് കൂൾ ആൻഡ് കാഷ്വൽ വെയേഴ്സ് ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് ആ ഒരു ഇൻഡസ്ട്രിയിൽ ബിഗർ കമ്പനീസ് എടുത്ത് നോക്കുക, അവിടുത്തെ ആൾക്കാർ എന്തൊക്കെയാണ് വെയർ ചെയ്യുന്നതെന്ന് നോക്കുക ആൻഡ് ഗോ ബൈ ദാറ്റ്. അപ്പോൾ ആ ഒരു റിലേറ്റബിലിറ്റി ഓൾറെഡി വരും. പിന്നെ സെക്കൻഡ് തിങ് ഇസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നമ്മളുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു ഇഷ്യൂ ആണിത്. അതായത് ഏതാ ഒരു മൂവിയിലെ ഹൃദയ മൂവിയിൽ പറയുന്നില്ലേ, മലയാളിക്ക് ലോകത്ത് പേടിയുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇംഗ്ലീഷ്.
അപ്പോൾ അത് ആക്ച്വലി ഇറ്റ് ഇസ് ട്രൂ ടു എ ലോട്ട് ഓഫ് എക്സ്റ്റെൻറ്റ്. കാരണം കേരളത്തിൽ നിന്ന് വരുന്ന ടാലൻറ്റ് ഇസ് അമേസിങ്. ഇപ്പോൾ ഒരു മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് നല്ല വർക്ക് വരുന്ന പ്രോബ്ലം സൊല്യൂഷൻ വരുന്ന ആൾക്കാരെ മോസ്റ്റ്ലി ദേ എംപ്ലോയ് കേരളൈറ്റ്സ് ബിക്കോസ് ദേ നോ ആരുടെ കൈയും കാലം പിടിച്ചിട്ടായാലും ദേ വിൽ ഗെറ്റ് ദ തിങ് ഡൺ. വി ആർ വെരി ഗുഡ് അറ്റ് സോൾവിങ്. പക്ഷെ അതേ സമയത്ത് ഇതൊരു ക്ലയൻറ്റ് ഫേസിങ് ആയിട്ടുള്ള റോളാണെങ്കിൽ ദേ വിൽ തിങ്ക് ട്വൈസ്, വിൽ ദിസ് ഗൈ സ്പീക്ക്, വിൽ ഹി ഓപ്പൺ ഹിസ് മൗത്ത്. അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. ബില്ല ലൈക്ക് എന്നോടിപ്പം ചോദിക്കുവാണ് വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി, ഒരു സ്കൂളിൽ എന്ത് പഠിപ്പിക്കണം? ഐ വിൽ സേ ബേസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. ഐ സീ എ ഫോറിനർ കമ്മിങ് ഇൻസൈഡ് ആൻഡ് ഹീസ് വിഷിംഗ് എവരിവൺ ഹായ് ഹായ് ഹൗ ആർ യു ആൻഡ് ഓൾ ദാറ്റ്. നമ്മളകത്തേക്ക് ഇരുന്ന് വളരെ ഒതുങ്ങി ഞാൻ വളരെ ഡീസെന്റ് ആണ്. വി ഡു ദാറ്റ്. ബട്ട് യു നോ ഐ തിങ്ക് ഫോർ ദിസ് ചെറിയൊരു സ്റ്റെപ്പ് ലൈക്ക് നമ്മളൊരു കോഫി ഷോപ്പിൽ നിൽക്കുമ്പോൾ ഐ തിങ്ക് ടോക്കിംഗ് ടു ദ റിസപ്ഷനിസ്റ്റ് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. പിന്നെ ഇപ്പോൾ ബാക്കി നാഷണാലിറ്റീസ് നോക്കിക്കോണം, അവരുടെയും ഇപ്പോൾ അവർ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ദേ ജസ്റ്റ് ടോക്ക്. പക്ഷെ നമ്മളുടെ ആൾക്കാർക്ക് പേടിയാണ്. ബിക്കോസ് വിൽ ഐ ബി ജഡ്ജ് ബൈ അനദർ മലയാളി, നോട്ട് ബൈ സംബഡി എൽസ്. ഓക്കെ, കാരണം വി ആർ സോ ഗുഡ് അറ്റ് ക്രിയേറ്റിംഗ് ട്രോൾസ്. നമ്മളുടെ ഐ ഡോണ്ട് തിങ്ക് എനി അതർ ലാംഗ്വേജ് ഹാസ് സച്ച് ഗുഡ് ട്രോൾസ് അല്ലേ? ട്രോൾസ് വായിക്കാൻ വേണ്ടി തന്നെ ഒരു റിലാക്സിംഗ് അല്ലേ? ആൻഡ് ഈവൻ മൂവീസ് നോക്കിയാലും നമ്മളുടെ മലയാളം മൂവീസിൻ്റെ അത്രയും sarcastic jokes ഒന്നും വേറെ ലാംഗ്വേജിൽ യു ഡോണ്ട് സീ. സോ വി ആർ വെരി ക്രിയേറ്റീവ് ഇൻ ദാറ്റ്. പക്ഷെ അത് തന്നെ വി യൂസ് ഇറ്റ് ഇൻ റിയൽ ലൈഫ് ആൻഡ് ബ്രിങ് പീപ്പിൾ ഹു ആർ വിത്ത് us ഡൗൺ. നമ്മൾ അറിയാതെ തന്നെ ഇപ്പം നമ്മൾ കോളേജ് ലൈഫിലൊക്കെ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നു, പക്ഷെ അന്ന് നമ്മൾ അറിയില്ല. ബട്ട് നൗ ഇഫ് യു തിങ്ക് ബാക്ക് ഇറ്റ് വുഡ് ഹാവ് ആക്ച്വലി spoil that person's career or confidence in his next life അല്ലേ? ചിലവർ അത് they would have because of that they would have grown in confidence. ചിലവർ because of that their confidence would have gone down. എനിക്ക് പേഴ്സണലി ഒക്കെ നമ്മൾ നാട്ടിൽ കളർ ഫോർ വിമൻ ഡാർക്ക് സ്കിൻ ആവുമ്പോൾ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ മുഴുവൻ എല്ലാവരും ചോദിക്കും അയ്യോ അവൾക്ക് ആ ഫേഷ്യൽ ജയിച്ചൂടെ. എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും പലരും വന്നിട്ട് അത് നല്ല ഫേഷ്യലാ, അല്ലെങ്കിൽ അവൾക്ക് ചെക്കനെ കിട്ടില്ല. ലോട്ട് ഓഫ് ദീസ് തിങ്സ് ഹാപ്പൻ റൈറ്റ്? ഫിസിക്, ഹെയർ, ഇതൊക്കെ വി ഗെറ്റ് ജഡ്ജ്ഡ് ബൈ അവർ ഓൺ പീപ്പിൾ. ആക്ച്വലി ഐ യൂസ് ടു ഹാവ് ദിസ് യു നോ ലൈക്ക് നമ്മൾ ലുക്ക് വൈസ് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. ഐ യൂസ് ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് എ തോട്ട് അണ്ടിൽ ഒരു 2 years മുന്നേ ഐ ഗോട്ട് an autoimmune skin condition. അപ്പം that actually it causes pigmentation and our skin texture changed. So see how long will you cry over it? ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ we learn to accept and that's when I think ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നമുക്ക് ഒന്നുകൂടെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അതെ ട്രൂ. എനിക്ക് തോന്നുന്നു പിന്നെ അനദർ തിങ് ഗുഡ് തിങ് വിച്ച് വി ഹാവ് ഇസ് വി ആർ ഇൻ ദുബായിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മൾട്ടിനാഷണൽ പ്ലേസ് നോ. അപ്പോൾ we see so many kind of people and they're not judging each other. ഇപ്പം നമ്മൾ ഇപ്പം നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ആ പെർസ്പെക്റ്റീവ് സ്റ്റക്ക് ടു ദാറ്റ് ആ ഒരു ഇതിനകത്ത് തന്നെയാണ്. പക്ഷെ ഹിയർ യു ആർ സീയിങ് ലോട്ട് ഓഫ് സ്റ്റോറീസ്, പല കൾച്ചേഴ്സ് കാണുന്നു. പലരുടെയും നമ്മളുടെ കൾച്ചറിൽ റോങ് ആണെന്ന് വിചാരിക്കുന്നത് പലരുടെയും കൾച്ചറിൽ ഇറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ അതിനൊക്കെ ബ്രോഡർ പെർസ്പെക്റ്റീവ് വരുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് തന്നെ പലതും ഇമ്പ്രൂവ് ആയി വരും. സോ ഐ തിങ്ക് എനി വൺ കമ്മിങ് ഫ്രം ഇന്ത്യ ടു ഹിയർ ഓൺലി തിങ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യലല്ല, ഇറ്റ് ഈസ് മോർ ഓഫ് ഇംപ്രൂവിങ് യുവർ കോൺഫിഡൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അത് ആക്ഷൻ കാണിച്ചിട്ടായിക്കോട്ടെ പറഞ്ഞിട്ടായിക്കോട്ടെ യു ഷുഡ് ബി ഏബിൾ ടു കൺവേ ദാറ്റ് ടു ദ അതർ പേഴ്സൺ. അവിടെ കോൺഫിഡൻസ് വരും. അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്താൽ നമ്മൾക്ക് എത്ര സ്കിൽ ഉണ്ടെങ്കിലും അതർ പേഴ്സൺ വോണ്ട് നോ. ദാറ്റ്സ് ദ ഹോൾ ഐഡിയ. ഫൈൻഡിങ് ദാറ്റ് കോൺഫിഡൻസ്. അതെ. I think in one of your videos you were talking about having zero investor or starting a business with whatever resources you have. Adina I'm asking you, or zero followers ulla oralu and or having a zero investor, how can they start their business? Like can they start their business? How can they? ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീറോ ഇൻവെസ്റ്റർ നമ്മൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ദുബായിയുടെ ബൈ ലോ യു നീഡ് ടു ഹാവ് ലൈസൻസ്. അതാണ് ഒരു ഹ്യൂജ്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഒരു ഇൻകം ക്യാപ്പ് വരെ യു ക്യാൻ ഓപ്പറേറ്റ് വിത്തൗട്ട് ലൈസൻസ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ലീഗലി ഇഫ് യു നീഡ് ടു earn money you should have a license or you should be working for somebody else. This is by law. ഇതിപ്പോൾ they may not be checking, പക്ഷേ if you get into trouble അതുണ്ട്. ദാറ്റ് ബീങ് സെഡ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളെ ഹയർ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ദർ ആർ ലൈക്ക് ഈ ട്രേഡർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ഓൺലി 1,500 or less than 1,500 per year. I think that is a minimum investment we should look at. പിന്നെ ഈവൻ ലൈക്ക് ഫ്രീ സോൺ ലൈസൻസ് 5,000 ഈ ഒരു റേഞ്ചിലൊക്കെ പല ലൈസൻസ്. അപ്പോൾ 5,000 എന്ന് പറയുമ്പോൾ 5,000 ഫുൾ ഒരു മന്തിൽ ഇടുന്നത് ഡോണ്ട് തിങ്ക് ഇൻ ദാറ്റ് വേ. ഇഫ് യു ഡിവൈഡഡ് ബൈ 12 ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് എമൗണ്ട് നോ. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ
ഞാനൊരു വൺ തിങ് ലൈക്ക് ആ ഒരു ലൈസൻസ് വെൻ യു ടേക്ക് നോ നിങ്ങളെ മീറ്റർ ചാലുവായി ദെൻ യു ഹാവ് നോ ചോയ്സ് ലൈക്ക് ദർ ഇസ് എ ഫയർ ഓൺ യുവർ ബാക്ക് അപ്പോൾ ആ ഒരു ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ വിമൻ ഐ എം ടോക്കിംഗ് ഇഫ് ദേ ഓൾറെഡി ഹാവ് എൻ ഇൻകം ബാക്കപ്പ് ആ ഒരു ചൂട് വരാനായിട്ട് ലൈക്ക് വെൻ ദ മണി ഈസ് ഓൾറെഡി ഗോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ യു ആർ ലൈക്ക് ഓക്കെ ഐ ഹാവ് ടു ഡു ഇറ്റ് യുനോ വേറെ ഒരു എന്നോട് പറഞ്ഞു വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ ഐ ഹാവ് ടു പേ സാലറി ടു ദ എൻഡ് ഓഫ് ദ മന്ത് ഞാൻ തന്നെയല്ല ബിൽസ് ആർ മൈ ഇൻസ്പിറേഷൻ അത് അടയ്ക്കണ്ടേ അപ്പോൾ യു ഹാവ് ടു ഡു സോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇഫ് യു തിങ്ക് ഓഫ് ദീസ് എക്സ്പെൻസസ് പക്ഷേ ദാറ്റ് ബീങ് സെഡ് യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് വേറെ ഹ്യൂജ് എക്സ്പെൻസസ് മാർക്കറ്റിംഗ് ഒക്കെ ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ഡു യുവർ സെൽഫ് ഇപ്പോൾ ദേഴ്സ് എ ലോട്ട് ഓഫ് റിസോഴ്സ് അവൈലബിൾ നമുക്ക് തന്നെ പഠിച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും അങ്ങനെ ഹ്യൂജ് ആയിട്ട് ചെയ്യേണ്ട വൺ ഇസ് യുവർ പേഴ്സണൽ ബ്രാൻഡ് എന്ന് നമ്മൾ പറഞ്ഞത് അഗൈൻ യു ക്യാൻ സ്റ്റാർട്ട് ഷോയിങ് അപ്പ് ഫോർ യുവർ സെൽഫ് വേറെ ആരും വരില്ല നമ്മളെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ യു യുവർ സെൽഫ് ഹാവ് ടു സെൽ ഇറ്റ് അല്ലേ അപ്പോൾ ആ ഒരു പാഷൻ ഇഫ് യു കീപ് മെയിൻറ്റെയിനിങ് യു വിൽ ഫിഗർ ഔട്ട് ഓൺ ദ വേ പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു സ്റ്റാർട്ട് ദാറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് പോയിന്റ് അതാണ് ഏറ്റവും പാട് കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് ഇത് ബില്ല് പറ്റുമോ ചെയ്യാൻ പറ്റും ബട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ബില്ല നമ്മളൊരു 50 years 60 years ഒക്കെ കഴിഞ്ഞ് ഐ മീൻ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് സപ്പോസ് വി ആർ ഹാവിങ് ഗ്രാൻഡ് കിഡ്സ് ആൻഡ് വി ആർ ടോക്കിംഗ് ടു ദം നമുക്ക് പറയാനായിട്ട് വി ഹാവ് സ്റ്റോറി ഓർ വി വോണ്ട് ഹാവ് സെൽഫ് റിഗ്രറ്റ് ദാറ്റ് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല എന്നൊരു റിഗ്രറ്റ് ഇല്ല എനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഐ യൂസ് ടു ഡു കേക്ക് ആക്ച്വലി ബേക്കിംഗ് ആൻഡ് ഓൾ ഐ യൂസ് ടു ഗിവ് ടു മൈ ഫ്രണ്ട്സ് പക്ഷേ ബിസിനസ് ആക്കാന്ന് പറഞ്ഞ സമയത്ത് ഐ ബാക്ക്ഡ് ഓഫ് ബിക്കോസ് ഐ സഡൻലി ഫെൽ ലൈക്ക് F&B is not for me. പക്ഷേ that's the step I took for my platform here because I was like ഇനിയും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് ഐ മീറ്റ് യു ആഫ്റ്റർ സമയം ഞാൻ ബില്ല എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും അല്ലേ ഐ തിങ്ക് ഐ ഓൾസോ സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ് ഓൺലി കാരണം ലൈക്ക് ഐ വാസ് ഇൻ എ വെരി ഗുഡ് ജോബ് നല്ലൊരു പൊസിഷൻ ആയിരുന്നു നല്ല പ്രൊഫൈലായിരുന്നു ബട്ട് ടു ജംപ് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് കാരണം കൂടെയുള്ളവരെല്ലാവരും ചോദിച്ചാൽ ഐ യു മാഡ് എന്നാണ് ദർ ഇസ് നോ ബഡി ടു സപ്പോർട്ട് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഈവൻ ക്ലോസ് ഫാമിലി ആയാലും ദേ വർ ലൈക്ക് ഐ യു ഷുവർ ഡു യു വോണ്ട് ടു ഡു ഇറ്റ് അങ്ങനെ വേണ്ടാന്ന് പറയില്ലെങ്കിലും ബട്ട് ദേ വർ ടെല്ലിങ് ഐ യു റിയലി ഷുവർ ഡു യു വോണ്ട് ടു ക്വിറ്റ് എന്നുള്ള ബട്ട് മൈ തോട്ട് പ്രോസസ് വാസ് ദ സെയിം ലൈക്ക് 10 years down the lane after 10 years I won't have the same health same energy to try it out പറ്റില്ല എന്നല്ല ലൈക്ക് KFC and all he started at a very late age പക്ഷേ KFCയുടെ ആളുള്ള ജനറേഷൻ വാസ് ഡിഫറെന്റ് നമുക്ക് ഇപ്പം തന്നെ പെടലില്ല കാലിൽ അവൻ ലൈഫ് സ്റ്റൈൽ അത് വേറെ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ അതെ സോ ബട്ട് അപ്പോൾ ആ ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ എനർജി ലെവലോ ഈ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഈ ഒരു ഫയർ ഉണ്ടാവണമെന്നില്ല സോ ഐ വാസ് ലൈക്ക് ലെറ്റ് മീ ട്രൈ വേഴ്സ്റ്റ് കേസസ് ഐ വിൽ ഫെയിൽ അപ്പോഴും ഐ ക്യാൻ സ്റ്റിൽ ഗോ ബാക്ക് കുറച്ച് മണിയൊക്കെ ലോസ് ആവുമായിരിക്കും ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ബാക്ക് ആസ് ലോങ് ആസ് യു ഹാവ് ദറ്റ് പാഷൻ അങ്ങനെ ഈ ജോബ് നമ്മൾ കരിയർ വൈസ് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും സമയത്ത് ചില സമയത്ത് നമ്മൾ എനിക്ക് 2 കാര്യം അതിൽ ചോദിക്കാനുണ്ട് ഒന്ന് ഐ ഹാവ് സീൻ എ ടെൻഡൻസി ഓഫ് പീപ്പിൾ ജമ്പിങ് ഫ്രം വൺ ജോബ് ടു അനദർ ആൻഡ് അനദർ കാറ്റഗറി ഹു സ്റ്റേ ദേ ഫോർ ദ ലോങ്സ്റ്റ് ഇയേഴ്സ് കംഫർട്ട് സോൺ ആവാം അല്ലെങ്കിൽ യുനോ ദേ ആർ ലൈക്ക് യുനോ അവർക്ക് നല്ലൊരു പേ സ്കെയിൽ ഉള്ളത് കൊണ്ടാവാം ഗ്രോത്ത് ആർക്കാണ് ഗ്രോ ചെയ്യാൻ കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഇസ് ദ വൺ ഹു ഇസ് സ്റ്റേയിങ് ഓർ ഐ യൂസ് ടു ബി വൺ പേഴ്സൺ ഹു നെവർ സ്റ്റേസ് മോർ ദാൻ 2 years സോ ആ ഒരു 10-14 years വർക്ക് ചെയ്തതിൽ ഐ തിങ്ക് ഐ ഹവ് വർക്ക്ഡ് 8-9 companies ഐ യൂസ് ടു കീപ് സ്കിപ്പിംഗ് ജമ്പിങ് അത് ബട്ട് ഇൻ വെരി ഗുഡ് റിലേഷൻ അതായത് ഒരു വേറൊരു ഫൈൻഡിങ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐ യൂസ് ടു മൂവ് ഓൺ ഒരു വാട്ട് ഐ ഹാവ് നോട്ടിസ്ഡ് ഇസ് there are some companies who provide you very good growth അങ്ങനെയാണെങ്കിൽ yes you can പക്ഷേ it's always about how much are you able to grow not just financially only നിങ്ങളുടെ responsibility wise so talk to your managers like what is my next scope ഇവിടെ next 2 years 3 years what can I become here അപ്പോൾ അവിടെ ഒരു സീലിംഗ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ you have to move on ഇപ്പോൾ ചില കേസസിൽ your manager might be your ceiling also because he can't let you go beyond അപ്പോൾ you have to see അവിടെ എന്താണ് എത്ര ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് you decide to move on but mostly ഒരു tendency I have seen is like that people moving on എന്താ പറയുക അവർക്ക് ദേ ഗ്രോ ഫാസ്റ്റർ പിന്നെ ഫ്യൂ പീപ്പിൾ വെൻ ദേ ആർ സ്റ്റേയിങ് എന്താ പറയുക ആ കമ്പനി ഈസ് പ്രൊവൈഡിങ് ഗുഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി മീൻസ് ഇറ്റ് മേക്സ് സെൻസ് അതേപോലെ രണ്ടാമത്തെ കാര്യം കൺസിഡറിങ് ദ ജോബ്സ് ലൈക്ക് റെഗുലർ ജോബ്സ് ബിസിനസ്സിൽ നമുക്ക് ഒരു കരിയർ ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഫോർ വർക്കേഴ്സ് പല സമയത്ത് ഇപ്പം മെൻ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് ലക്ഷറി ടു ടേക്ക് ബട്ട് എന്നാൽ പോലും വിമൻ യുനോ സംടൈംസ് ദേ ഫോഴ്സ് മെറ്റർണിറ്റി വരുന്ന സമയത്ത് ദേ ആർ ടേക്കിംഗ് ലീവ് ഈ കരിയർ ബ്രേക്ക് ആക്ച്വലി
does it affect a person's career, or is it possible to bounce back? Like, it can bounce back. ഇത് person to person, your perspective ആണ്. ഇപ്പം ഞാൻ ഒരു 1.5 years ആണ് ഓൾമോസ്റ്റ് കരിയർ ബ്രേക്ക് എടുത്തത്. that time my confidence went down. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. മോർ ദാൻ ദ മാർക്കറ്റ് ഗ്രോയിങ് ഓർ യു നോട്ട് അണ്ടർസ്റ്റാൻഡിങ്, അതിനേക്കാൾ കൂടുതൽ നമ്മളെ കോൺഫിഡൻസ്. സോ ഇറ്റ് ടുക്ക് മീ എ വൈൽ ടു ഗെറ്റ് ബാക്ക് ടു മൈ കരിയർ. എന്തോ ഭാഗ്യത്തിന് ആ സമയത്താണ് ഹൗ ഓൾഡ് ആർ യു മൂവി ഇറങ്ങിയിരുന്നത് മഞ്ജു വാര്യരുടെ. അതെ, ആ ലൈൻ വാസ് ലൈക്ക്, അത് ഭയങ്കര മോട്ടിവേഷൻ. ഞാൻ ലാസ്റ്റ് ഡേ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടപ്പോഴും I just put that there because that is something so relatable. അതവിടെ ഇട്ടിട്ട് പോയി റൈറ്റ്. അത് അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഏറ്റവും ലോ കോൺഫിഡൻസ് ലെവലിൽ, അയ്യോ ഇനി ഇഫ് ഐ സ്റ്റാർട്ട് അപ്ലൈങ് ഫോർ ജോബ്സ് ഇനി ജോലി കിട്ടുമോ, ഹാവ് ഐ ഗോൺ ബാക്ക്, എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നെ റേസ് ചെയ്ത് പോയിട്ടുണ്ടാവും, യുനോ ലോട്ട് ഓഫ് തോട്ട് പ്രോസസ്. അപ്പോൾ ആ സമയത്താണ് ഈ മൂവി വന്നത്. സോ ഐ വാസ് അഗ്രസീവ്ലി അപ്ലൈങ് ഫോർ ജോബ്സ് ദാറ്റ് ടൈം. അപ്പോൾ റാൻഡംലി കണ്ടതാണ്. ബട്ട് ദാറ്റ് ഗേവ് ലോട്ട് ഓഫ് എന്താ പറയുക, ഒരു ഹോപ്പ് in that, you know, ആ ഒരു സമയത്ത് ആ ഒരു ലൈൻസ്, who decides the expiry date of a woman's career, അത് ഭയങ്കര ഇതായിരുന്നു. സോ അങ്ങനെ സോ ഇറ്റ്സ് ഓൾ അവർ പെർസെപ്ഷൻ തന്നെയാണ്. എനിത്തിങ് മാർക്കറ്റ് ഇപ്പോൾ എത്ര നല്ലതാണോ ചീത്തയാണോ. ഇപ്പം അതുപോലെ വേറൊരു സംഭവം, ഞാൻ ദുബായിൽ വന്ന കാലം തൊട്ട് കേൾക്കുന്നതാണ്, മാർക്കറ്റ് ഇസ് ഡൗൺ, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മാർക്കറ്റ് ഇസ് ഡൗൺ. അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ട്രൈ ഹാർഡ്, എനി ടൈം യു ക്യാൻ ഗെറ്റ് എ ജോബ്, യു ക്യാൻ മേക്ക് മണി, എവറിത്തിങ് ക്യാൻ ബി ഡൺ. ഇറ്റ്സ് ഓൾ ഇൻ അവർ പെർസെപ്ഷൻ. അപ്പോൾ ഇറ്റ്സ് അതുപോലെ തന്നെയാണ് കരിയർ ബ്രേക്ക് ഓൾസോ. പലരും നമ്മളെ അടുത്ത് പറയുന്നത് കേട്ടിട്ടാവാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു 1.5 years നമ്മൾ പ്രൊഫഷണൽ എന്താ പറയുക നെറ്റ്വർക്കായിട്ട് ടച്ച് ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ വി ഫീൽ വി ആർ ബിഹൈൻഡ്. ഈ തോട്ട് പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ വാസ് റീഡിങ് മോർ അബൌട്ട് ഇമ്പോസ്റ്റർ സിൻഡ്രോം. ഐ തിങ്ക് എവ്രി വൺ ഹാസ് ദറ്റ് ഇമ്പോസ്റ്റർ സിൻഡ്രോം. എല്ലാവർക്കും എവിടെയൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് ദോ വി ഹാവ് ദ ക്വാളിറ്റീസ്, വി വിൽ ഫീൽ ലൈക്ക് ഞാൻ ഇതിന് കേപ്പബിൾ അല്ല, ഇത് എന്തിനാ ചെയ്യുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്കത് വരും. ഐ ഹാഡ് ഇറ്റ് ലാസ്റ്റ് വീക്ക്, എന്തിനാ ഞാനിതൊക്കെ ചെയ്യുന്നത്, ടെൻഷനൊക്കെ ഇതൊക്കെ വല്ല നടക്കുമോ. സോ ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നം അല്ലെന്നാണ് ഇറ്റ്സ് നോട്ട് എ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്തോ അങ്ങനെ ഞാൻ വായിച്ചു. പക്ഷേ ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം പെട്ടെന്നൊന്നും മാറില്ല. എങ്ങനെയാണ് അത് ഓവർകം ചെയ്തിട്ട് അടുത്ത ദിവസത്തേനുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ബിസിനസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, ഇമ്പോസ്റ്റർ സിൻഡ്രോം ആണെന്ന് പറഞ്ഞിട്ട് വലിയ ഫാൻസി പേരൊക്കെ, പക്ഷെ പൈസ വരുള്ളൂ. ഒന്ന് ഈ സംഭവം പണിയെടുത്ത പൈസ വരുള്ളൂ. രണ്ടാമത്തെ ഞാൻ ജേർണലിംഗ് ചെയ്യും. I also do that. For me it helps. Gratitude journaling ചെയ്യും, plus affirmations, vision board ഉണ്ടാക്കും. You know, like എല്ലാ ഇയറിലും I create a vision board. It is on my എന്താ പറയുക, എനിക്ക് വീട്ടിൽ ഞാനൊരു വർക്കിംഗ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. So I have put it on that. എൻ്റെ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ സേവറിലുണ്ട്. wherever I'm seeing often, അങ്ങനെയുള്ളവർക്കൊക്കെ ലൈക്ക് വെറുതെ സാധാ പ്രിന്റ് എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെച്ചു. പറഞ്ഞപ്പോൾ I created one in Pinterest. അപ്പോൾ അത് കുറച്ച് ഫാൻസി ആണല്ലോ. I have my own vision board. അങ്ങനെയല്ല പറയുന്നത്. For me it was very fancy. But I know the power of it. ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ട് I forgot where I put that. Okay. Last time I was searching for that. But then I found it. But then I can manifest. And you realize some of it already ticked off. Actually yes. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് when we just leave it and then when we see back, നമ്മൾ അത് ചെയ്തിട്ടുണ്ടാവും at some point. ആ ഒരു subconscious mind. So I believe in that power of subconscious mind. 2-3 ബുക്സ് ചേഞ്ച് മൈ ലൈഫ്. ഒന്ന് പറഞ്ഞാൽ പവർ ഓഫ് സബ്കോൺഷ്യസ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം when I thought about this. അപ്പോൾ I realize നമ്മൾ without even reading that I was doing it. പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇതുപോലെ ചെറുപ്പത്തിലെ ഡ്രീംസ് ആയിരുന്നു, പലതും ഇറ്റ് കെയിം ട്രൂ. ദാറ്റ് വാസ് ഓൾസോ വിഷ്വലൈസേഷൻ ആയിരുന്നു. അങ്ങനെ പിന്നെ ആ ബുക്ക് വായിച്ചപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക സ്ട്രക്ചറലായിട്ട് നമ്മൾ എന്താ പറയുക അത് കോൺഷ്യസ്ലി അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അത് വായിച്ചപ്പോൾ ആ സീക്രട്ട് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അഗെയിൻ ഇറ്റ് ഗെയിം. അതിനുശേഷമാണ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് വിഷൻ ബോർഡ്സ് ചെയ്യാൻ തുടങ്ങി. മോർണിംഗിൽ ലൈക്ക് ഈവൻ ഒരു ആപ്പിൽ ഞാനിങ്ങനെ എൻ്റെ ലൈഫിന് റിലേറ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ to me affirmations create ചെയ്തിട്ടുണ്ട്. ഈ affirmation എന്ന് പറഞ്ഞാൽ it includes a revenue also. This year my turnover is ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള affirmations. നമ്മൾ വാസ് യൂസ് ചെയ്തെന്നാ പറയുന്നത് അല്ലേ, ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ ഡ്രീംസ്.
ചില ദിവസങ്ങളിൽ മോർണിംഗ് വെൻ വി ഗെറ്റ് അപ്പ് വി ഫീൽ ഓഫ് എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ലൈക്ക് എത്ര ഹൗ ലോങ് വിൽ ഐ ഹാവ് ടു, അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കുറവുണ്ടാവും. ബട്ട് ആ ഒരു ജേർണലിംഗ് ഹെൽപ്ഡ്. പിന്നെ ഈ എന്താ പറയുക എഫർമേഷൻസ് തന്നെ പോപ്പപ്പ് ചെയ്യുന്നു. ആൻഡ് ഐ ഓൾസോ റീഡ് ദോസ് എഫർമേഷൻസ്. എല്ലാ ദിവസവും മോർണിംഗിൽ ഐ ട്രൈ ടു റീഡ്, നോട്ട് എവറി ഡേ ബട്ട് ഓൾമോസ്റ്റ് പറ്റുമ്പോഴൊക്കെ ഐ കീപ് റീഡിങ് ഇറ്റ്. ബില്ലിന് പറഞ്ഞതിന് എനിക്കും ഐ വാസ് തിങ്കിങ് ലൈക്ക് നമ്മൾ പലപ്പോഴും ഈ ബുക്കൊക്കെ ഞാൻ കുറേ മോട്ടിവേഷണൽ ഗുഡ് വൈബ്സ് ബാഡ് വൈബ്സ് ആൻഡ് ഹൗ ടു സേ നോ. സോ ഐ റീഡ് എ ലോട്ട് ഓഫ് ബുക്ക്, ആൽക്കമിസ്റ്റ് ആൻഡ് ദ സീക്രട്ട് ആൻഡ് ഓൾ ദിസ്. സോ ഇത് വായിക്കുന്ന സമയത്ത് സംടൈംസ് അറ്റ് സം പോയിന്റ് ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒക്കെ വരുന്നത്, ഇതൊക്കെ ഞാൻ എന്തിനാ വായിക്കുന്നത്, ഇതൊക്കെ വല്ലതും നടക്കുമോ, ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട് കംസ്. ബട്ട് എവിടെ subconsciously I think this all is a sum up of what we will do. നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി ആ ഒരു നമ്മളറിയാതെ തന്നെ തിങ്സ് ആർ ഹാപ്പനിങ്. നമ്മൾ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ആ ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് വരും. ലൈക്ക് നമ്മളെപ്പോഴും ഒരു 5 years നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് വി all of us underestimate ourselves and we try to overestimate what I can do today. That's really something ഞാനത് ആലോചിച്ചൊരു പോയിന്റും കൂടെ ആയിരുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കാണും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരിക്കും. ബട്ട് ഐ തിങ്ക് ഫ്രം ഔട്ട്സൈഡ് when people see they will be admiring like the little work they have done so many things. നമ്മൾ തന്നെ if you turn back and see like 2 years back and what have you achieved in the last 2 years, there are so many things which happened which were a dream for us at that time. അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലേ. So it's about being grateful for that. And then it just keeps എന്താ പറയുക going on. There was like one thing I was thinking, നമ്മുടെ ഒരു ബിസിനസ് ഇപ്പോൾ now you are an entrepreneur, what is one thing you will never outsource? Okay. It's a tough question. Like I am one person who believes in outsourcing maximum things. അതായത് ഡെലിഗേറ്റ് ചെയ്യാൻ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇത് എൻ്റെ മൈൻഡിൽ ഒരു തോട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഐ വിൽ ഡെലിഗേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ ബിഫോർ റിസൈനിങ് ഐ ഹാഡ് വൺ എംപ്ലോയി. ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഐ ഹാഡ് വൺ പേഴ്സൺ ഹു വാസ് ലൈക്ക് ഹോംപ്രനേഴ്സ് ക്ലബ് മാനേജർ ആൻഡ് ഷി വാസ് വർക്കിംഗ് ഫുൾ ടൈം. പിന്നെ ബാക്കി വെൻ വി സ്റ്റാർട്ടഡ് മാർക്കറ്റിംഗ് ഏജൻസി ഓൾസോ ഫ്രീലാൻസേഴ്സ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് ദ ഏജൻസി വി വെൻറ്റ് on to hiring full-time people. അപ്പോൾ our delegation was always my thought process. So one thing I won't delegate എന്ന് പറഞ്ഞാൽ as an entrepreneur നമുക്ക് we need to get our എന്താ പറയുക KPIs ഉണ്ടാവുമല്ലോ, monitoring those KPIs. You might have a team who is monitoring them. പക്ഷേ ഒരു വീക്ക്ലി ഒരു എന്താ പറയുക വീക്ക്ലി ഓർ ഓൺ എ ഡെയിലി ബേസിസ് ചില KPIs you have to monitor that you only have to. Team might create that report and give you ഇത്രയും നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാനുണ്ട്, മാർക്കറ്റിൽ ഇത്രയുണ്ട്. പക്ഷെ അത് you have to ask them. Don't give that responsibility to them. You are responsible for growing your business. അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും KPIs സെറ്റ് ചെയ്ത് കൊടുക്കാനും അത് റിവ്യൂ ചെയ്യാനും ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആൻഡ് ഓൺ യുവർ ലെവൽ യു ഷുഡ് ഹാവ് എ സിസ്റ്റം. ഇത് നമ്മളിപ്പം ട്രാക്കിംഗ് ഇതിപ്പം കുറേ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വൺ ഇസ് ദിസ് ട്രെൻഡിങ് കേസ് ദാറ്റ്സ് ഗോയിങ് ഓൺ ഇൻ കേരള. നമ്മുടെ ദിയാടെ ഒരു കേസ്, ദാറ്റ്സ് എ സാഡ് എക്സാമ്പിൾ. പക്ഷെ അതൊരു എക്സാമ്പിൾ ആണ് when we don't monitor our thing. And last day I got to interview one of the producers in the Malayalam industry. So he was telling, I asked him for a financial advice. What should we do like on the show? അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പല അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കാനായിട്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മേ ബി ദേ ഡോണ്ട് ഹാവ് ആൻ ഐഡിയ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഷുഡ് ഓൾവേസ് ബി വിജിലന്റ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ഓവറോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ആ ഒരു എന്താ പറയുക ആ ഇമ്പോർട്ടൻറ്റ് KPIs എന്താണെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യണം. അത് യു ഹാവ് ടു കീപ്പ് ഓൺ. യു ഷുഡ് നോ വെൻ എന്താ പറയുക എവിടെയാണ് ലൂപ്പ് ഹോൾസ് വരുന്നതെന്ന്. യു ഷുഡ് ഹാവ് ദോസ് ഐസ് ഹാപ്പനിങ് ഓൺ യുവർ ബിസിനസ്. എത്ര വലുതായാലും യു വിൽ ഹാവ് എനി ലെവൽ ഓഫ് എൻ്റർപ്രനർ ആയിക്കോട്ടെ, ദേ വിൽ ഹാവ് എ സെറ്റ് ഓഫ് തിങ്സ് ദാറ്റ് ദേ കീപ് മോണിറ്ററിങ്. ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, എൻ്റെ ഒരു വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഹീ സെറ്റ് ദിസ് സംതിങ്. ഓക്കെ, ഹീ ഈസ് എ ബിസിനസ് ഓണർ ബട്ട് ഈസ് നോട്ട് എ ഹ്യൂജ് ബിസിനസ്. നാട്ടിലൊരു ചെറിയൊരു ഡേ ടു ഡേ ബിസിനസ് നടത്തുന്ന ആൾ. ഈ എന്താ പറയുക ഈ എൻജിൻ ഉണ്ടല്ലോ അതിങ്ങനെ ക്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് അറ്റ് എ പോയിന്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് റണ്ണിങ്. ദാറ്റ് ഈസ് വെൻ ആസ് എൻ എൻ്റർപ്രനർ യു വിൽ ലീവ്. പക്ഷെ അത് ക്രാങ്ക് ചെയ്യുന്ന വടി ഉണ്ടല്ലോ അത് ആർക്കും കൊടുക്കരുത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്ലോ ആകുമ്പോൾ യു ഷുഡ് ഗോ ആൻഡ് പുട്ട് ഇറ്റ് അഗെയിൻ ആൻഡ് ഡു ഇറ്റ്. ആ ലിവർ ദാറ്റ് ലിവർ ഷുഡ് ബി വിത്ത്. അത് ബിസിനസ്സിൻ്റെ ഒരു കൺട്രോൾ പോയിന്റ്സ് ഉണ്ടല്ലോ, സർട്ടൻ തിങ്സ് ദാറ്റ് യു കീപ്പ് ഇറ്റ്. എവറിത്തിങ് എൽസ് യുവർ എംപ്ലോയീസ് വിൽ ബി ഡൂയിങ് ബട്ട് ദർ ആർ എ ഫ്യൂ ചെക്ക് പോയിന്റ്സ് വിച്ച് വിൽ ബി അണ്ടർ യുവർ ഹോൾഡ്. സോ ആക്ച്വലി ഇത് തുടങ്ങുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് this is a new niche that I'm coming into because I was thinking as a media, like I was a media person, celebrity interviews
ഇറ്റ്സ് സംതിങ് ഫൺ എൻ്റർടൈൻമെൻറ്റ്. പക്ഷെ നമ്മൾക്ക് ആൾക്കാർക്ക് ഡെലിവർ ചെയ്യാനായിട്ട് വി നീഡ് സംതിങ് ആൻഡ് സംതിങ് ദാറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ പീപ്പിൾ. ഇപ്പം ഞാൻ ഈ എടുത്ത ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് നോട്ട് എവറിഥിങ് ദാറ്റ് ഞാൻ തന്നെ ചെയ്തൊന്നുമല്ല. ഐ ആസ് മൈ ഫ്രണ്ട്സ് ഗ്രൂപ്പ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അവർ പറഞ്ഞാണ് ഞാൻ ബിൽഡറിൻ്റെ അടുത്ത് ചോദിച്ച പല കാര്യങ്ങളും. ആൻഡ് ഐ തിങ്ക് ഇറ്റ് മേഡ് എ ലോട്ട് ഓഫ് സെൻസ്. സോ മെനി തിങ്സ് യു സെഡ്, യുനോ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം, മാനിഫെസ്റ്റേഷൻ്റെ കാര്യം, everything has made a lot of sense. Thank you so much once again, Birna. Thank you for being on NVM. And എനിക്ക് തോന്നുന്നു it's not just stopping here. I would really need more advice. Then I'll be calling you personally. Sure. ഞാൻ തുടക്കത്തിൽ പറഞ്ഞോണ്ട് I am a little selfish here because ഞാനിങ്ങനെ മനസ്സിലെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Not just as not the point. Not the point. അപ്പോൾ once again, thank you for being on the show. Thank you so much.